PSC ക്രൗഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊരു PSC പരീക്ഷയ്ക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഏതൊരു പരീക്ഷയ്ക്കും പ്രീവിയസ് ഇയറിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പം നമ്മളിങ്ങനെ പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് അത്രയും ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. PSC പരീക്ഷയിൽ സ്മാർട്ട് വർക്കിന് പറ്റിയ ഏറ്റവും നല്ലൊരു മെത്തേഡ് കൂടിയാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ 2024-25 പരീക്ഷ എഴുതുന്നതെങ്കിൽ 24-ലെയും 23-നെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഇപ്പൊ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ PDF ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ പ്രീവിയസ് ഇയറിന്റെ PDF ആർക്കും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മെറ്റീരിയൽസും അതുപോലെ കരിയർ കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസിന്റെ കരിയർ കാറ്റഗറി 3 and 2 സൈക്കോളജിയുടെയും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ് കേട്ടോ. വേണമെങ്കിൽ ഉള്ളവർ മെസ്സേജ് അയക്കും. നമുക്ക് നിരവധി ഗ്രൂപ്പുകൾ, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉൾപ്പെടെയുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ടാണ് PSC ക്രൗഡ് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചോദ്യം നോക്കാം. നമുക്കെല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ ഇല്ലതാനും. ഇങ്ങനെ പറഞ്ഞത് ആരാണെന്ന്. 053/2024 പഠിക്കാൻ എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. റൈറ്റ് ആൻസർ എന്താണ്? ഒന്നാമത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം എന്നാണത്? രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ സി, നവംബർ 26 വൈകുണ്ഠസ്വാമിയും ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ഏതൊക്കെയാണ് ഇതിൽ വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന എന്ന് പറയുന്നത്? റൈറ്റ് ആൻസർ നോക്കിക്കേ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. ശരിയാണോ? ശരിയാണ്. അതുപോലെ തന്നെ പ്രാചീന മലയാള കൃതി രചിച്ചു. ശരിയാണോ? തെറ്റാണ്. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന നിലപാട്. ശരിയാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. ശരിയാണോ? തെറ്റാണ്. അപ്പോ 1ഉം 3ഉമാണ് ശരി. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ശ്രീനാരായണ ഗുരു അവസാനമായിട്ട് പ്രതിഷ്ഠ നടത്തിയത്? കളവൻകോടാണ്. എവിടെയാണ്? കളവൻകോടാണ്. പൊയ്കേരി ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഏതൊക്കെയാണ് പൊയ്കേരി കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്? ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. ശരിയാണ്. സാമൂഹ്യ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞു. തെറ്റാണ്. പാട്ടുകളിലൂടെ തന്റെ ആശയം പ്രചരിപ്പിച്ചു. ശരിയാണ്. വില്ലുവണ്ടി യാത്ര നടത്തി. തെറ്റാണ്. വില്ലുവണ്ടി യാത്ര ആരാ നടത്തിയേ? അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത്. 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ. ഇതിനകത്ത് ഏതാണ് ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ എന്ന് പറയുന്നത്? ലണ്ടൻ മിഷൻ സൊസൈറ്റി, സർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി തെറ്റാണ്. ബാസൽ ഇവാഞ്ചലിക് മിഷൻ ശരിയാണ്. മുസ്ലിം ഐക്യസംഘ തെറ്റാണ്. അപ്പൊ 1ഉം 3ഉമാണ് ശരി. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിൽ നവോത്ഥാന നായകരും, 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനം സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 7B ഏത്? റൈറ്റ് ആൻസർ ഏതാണ്? 7 വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. ഏതാണ്? കേരള മുസ്ലിം ഐക്യ സംഘമാണ്. 2 അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ഏതാണ് വരുന്നത്? സാധുജന പരിപാലന സംഘമാണ് അയ്യങ്കാളി. 3 വൈകുണ്ഠസ്വാമികളോ? സമത്വ സമാജം. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8 റൈറ്റ് ആൻസർ ആണ്. ഉധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയാക്കിയെന്നാണ്. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന മേഖല ഏത്? ഏറ്റവും കൂടുതൽ തൊഴിലവസരം ലഭ്യമാകുന്ന ഏത് മേഖലയിലാണ്? പ്രാഥമിക മേഖല. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇതിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഏത്? ഏതാണ്? ഹിമാചൽ പ്രദേശ് ആണ് കേട്ടോ. ഹിമാചൽ പ്രദേശ്. പഞ്ചവത്സര പദ്ധതി ലക്ഷ്യങ്ങളിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ് പഞ്ചവത്സര പദ്ധതികളിൽ ശരിയായിട്ടുള്ള ജോഡി വരുന്നത്? 11 റൈറ്റ് ആൻസർ ഏതാണ്? പഞ്ചവത്സര പദ്ധതി എന്താണ്? കാർഷിക മേഖലയുടെ 1ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖല വികസനം. 2ാം പഞ്ചവത്സര പദ്ധതിയോ? രണ്ടാമത് വരുന്നത് 2ാം പഞ്ചവത്സര പദ്ധതി വ്യവസായിക വികസനമാണ് കേട്ടോ. വ്യവസായിക വികസനം. 3 എന്താണ്? 3ാം പഞ്ചവത്സര പദ്ധതി ഡി ആണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തിയാണ്. 4ാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വമാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, മാനവികസന സൂചിയും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. മാനവികസന സൂചികയുമായി ബന്ധപ്പെട്ട് എന്താണ്? UNDP-യുടെ
തയ്യാറാക്കുന്നത് ശരിയാണ്. അതുപോലെ തന്നെ എന്താണ് സാംസ്കാരിക വൈവിധ്യം തെറ്റാണ്. ആയുർദൈർഘ്യം ശരിയാണ്. അഴിമതി രഹിത ഭരണം തെറ്റാണ്. അപ്പൊ 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആരാണ്? 13 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി മിന്നുമണിയാണ് കേട്ടോ. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ്? മഹൽവാരി വ്യവസ്ഥയാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്യുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. 1 കരിമ്പ്, റൈറ്റ് ആൻസർ ഉത്തർപ്രദേശ് ആണ് കേട്ടോ. കരിമ്പ് ഉത്തർപ്രദേശ്. 2 എന്താണ്? തേയിലയാണ്. തേയില ഏതാണ്? ആസാമാണ് തേയില വരിക. 3 ചണം, ബംഗാള്, ഗോതമ്പ്, പഞ്ചാബ്. അപ്പോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനും ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നാ ചോദിച്ചേക്കുന്നത്. ഏതാണ്? സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശം ചെയ്യുന്നു, തെറ്റ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നു, തെറ്റ്. പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു, തെറ്റ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു, ശരി. അപ്പോൾ 4 മാത്രമാണ് ശരി. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഭാഷാടിസ്ഥാന സംസ്ഥാന പുനഃസംഘടിപ്പിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ഏതാണ് ഭാഷാടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത്? സംസ്ഥാന പുനഃസംഘടന കമ്മീഷനാണ്. നാട്ടുരാജ്യ സംയോജിപ്പിച്ച നേതൃത്വം വഹിച്ച വ്യക്തി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. സ്വാതന്ത്ര്യ ശേഷം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? ഏത് രാജ്യത്തു നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന മൗലിക അവകാശം അല്ലാത്തത് ഏത്? സ്വത്തവകാശമാണ് മൗലിക അവകാശം അല്ലാത്തത്. 2002 86 ഭേദഗതിയുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക കർത്തവ്യം ഏത്? ഏതാണ് 86 ഭേദഗതി അനുസരിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക കർത്തവ്യം എന്ന് പറയുന്നത്? 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് വിദ്യാലയം അയക്കേണ്ട രക്ഷാകളുടെ കടമയാണ്. ശരിയാണോ? ശരിയാണ്. പൊതുമുതൽ സംരക്ഷിക്കുകയും അക്രമം ഒഴിവാക്കുകയും ചെയ്യുക, തെറ്റാണ്. തുല്യ ജോലിക്ക് തുല്യ വേതനം, തെറ്റാണ്. കൂടുതൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക പരിപോഷിപ്പിക്കുക, തെറ്റാണ്. ഓപ്ഷൻ സി മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. ഭരണഘടന നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വരുന്നത്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആര് നിക്ഷിപ്തമാണ്? പാർലമെന്റിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര്? ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയാണ്. കേരളത്തിൽ ഏത് ജില്ലയിലാണ് സമുദ്രവുമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? ഏതാണ്? കോട്ടയമാണ്. കോട്ടയം. ഇന്ത്യയുടെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ്. ഏത് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി കൊല്ലം ജില്ലയിലാണ്. കൊല്ലം മുതൽ കോട്ടപ്പുറ വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറ വരെയുള്ളത് 29. ഓപ്ഷൻ ബി നാഷണൽ ഹൈവേ 3 ആണ്. ഇതിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ഓപ്ഷൻ എ ഉത്തരായന രേഖയാണ്. സിംഹവാലം കുരങ്ങൾ പേരുകെട്ട ദേശീയോദ്യാനം ഏതാ? സൈലന്റ് വാലിയാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഏതാണ് അതിരപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്? ചാലക്കുടിപ്പുഴയാണ് കേട്ടോ. ചാലക്കുടിപ്പുഴ. കേരളത്തിലെ 2ാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ 2ാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയായിട്ട് വരുന്നത് ശബരിഗിരിയാണ്. ഏത് രാജ്യത്താണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ഏത് രാജ്യമാണ്? 34 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ബംഗ്ലാദേശ് ആണ്. ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ ബി എക്കൽ മണ്ണാണ്. പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? 36 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ആനമുടിയാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? 37 റൈറ്റ് ആൻസർ പാക് കടലിടുക്കാണ്. ഹിമാലയൻ നദി അല്ലാത്തത് ഇതിനകത്ത് ഏതാണ് ഹിമാലയൻ നദി അല്ലാത്തത്? കൃഷ്ണയാണ്. അതേതാ? കൃഷ്ണ എന്ന് പറയുന്നത് ഉപദ്വീപീയ നദിയാണ്. രവി, അളകനന്ദ, യമുനയൊക്കെ എന്താണ്? ഹിമാലയൻ നദിയിൽ പെടുന്നവയാണ്. കേരളത്തിൽ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വളപട്ടണമാണ് കേട്ടോ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? നടക്കുന്നത്? 40 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ പുന്നമടക്കായലാണ്. ജലത്തിലൂടെ പകരുന്ന രോഗം താഴെ പറയുന്നവരിൽ ഏതാണ്? കോളറയാണ്. പല്ലിൽ ഇനാമൽ നാശം ഉണ്ടാകുന്ന ഏത് ആസിഡ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നതാണ്? 42 ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ് ആണ്. ഇതിൽ സാംക്രമിക രോഗമല്ലാത്തത്
താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാംക്രമിക രോഗമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നോക്കാം. 43 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ക്യാൻസർ ആണ്. ECGയുടെ പൂർണ്ണ രൂപം ഏതാണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നതാണ്. പോഷണ പ്രക്രിയ വിവിധ ഘട്ടങ്ങളിൽ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള ഫ്ലോ ചാർട്ട് ആയിട്ട് വരുന്നത്? ആഹാര സ്വീകരണം, ദഹനം, ആഗീരണം, സ്വാംശീകരണമാണ്. കൂടുതൽ ശരിയായി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 46 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി പാൻക്രിയാസ് ദഹന ഗ്രന്ഥിയും ആന്തരിസ്രാവി ഗ്രന്ഥിയുമാണ് എന്നുള്ളതാണ്. ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചിരിക്കുന്നത്? ഏത് ചെടിയുടെയാണ്? 47 ഓപ്ഷൻ സി പുകവലിയിലൂടെ ഉണ്ടാകുന്ന രോഗം ഏത്? ഏതാണ് പുകവലിയിലൂടെ ഉണ്ടാകുന്ന രോഗം എന്ന് പറഞ്ഞ എംഫിസീമയാണ്. ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ള ജോഡി വരുന്നത്? 49 റൈറ്റ് ആൻസർ ആണ് വരുന്നത്. ഏതാ? ഒന്ന് ജീവകം എ ആണ്. അതേതാ? നിശാന്തതയാണ്. ജീവകം എ നിശാന്തതയിലേക്ക് കൊടുക്കാം. ഇനി ഏതാണ് അടുത്തതെന്ന് പറഞ്ഞു നോക്കിക്കേ. 2 ജീവകം ബി എന്ന് പറയുന്നത് ബെറിബറി ആണ്. ജീവകം സിയോ? ജീവകം സി വരുന്നത് സ്കർവി ആണ്. ജീവകം ഡിയോ? ജീവകം ഡി വരുന്നത് റിക്കറ്റ്സ് ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴത്തേക്കുള്ളതൊക്കെ ഡ്രൈവർ പോസ്റ്റിലേക്ക് വേണ്ട ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ആവശ്യമില്ല. അപ്പോൾ ഇത്രയുമാണ് ജനറൽ PCയിൽ വരുന്നത്. അപ്പോൾ അത്രയും നമ്മൾ ഈ ചോദ്യ പേപ്പറിലും വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. മറക്കണ്ട. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.